ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കപ്പയും മീനും കഴിക്കാനുള്ള കൊതി കൊണ്ട് 7 യൂറോ കൊടുത്ത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ച ആ കപ്പയാണ് ഇത്. 7 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 700 രൂപ അതിന് മേലെയാണ് വരുന്നത്. അപ്പോൾ അത്രയും വില കൊടുത്ത് മേടിച്ച സ്വർണ്ണ കപ്പയായിരുന്നു ഇത്. ഈ കപ്പ നാട്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ മൊത്തം വാക്സ് അടിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കേടൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം പോയി. ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി എന്ത് ചെയ്യുക, പോയത് പോട്ടെ എന്ന് വിചാരിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ മീൻകറിക്ക് പകരം ഇപ്രാവശ്യം ബീഫാണ് വെച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമുക്ക് മീൻകറി വെക്കാനായിട്ട് സാധിച്ചില്ല. കപ്പ പോയതിൻ്റെ വിഷമത്തിൽ ബിയറൊക്കെ കുടിച്ചൊന്ന് ചില്ലായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതാണ്. അത് മൊത്തം കട്ടയായിപ്പോയി. പിന്നെ നമ്മൾ കട്ടയൊക്കെ മാറ്റി ബീഫും കപ്പയൊക്കെ കൂട്ടി അടിച്ച് നമ്മളൊരു പടമൊക്കെ കണ്ട് ആട് 3 OTTയിൽ വന്നത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ വിഷമമൊക്കെ അങ്ങ് തീർത്തു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. ഞങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം.